നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക യോഗത്തിലേക്ക് ശശി തരൂരിനെയും വിളിച്ച് ഹൈക്കമാൻഡ്. കെപിസിസി അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, വർക്കിംഗ് പ്രസിഡന്റുമാർ, കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവരും പങ്കെടുക്കും. ഡൽഹിയിൽ രാവിലെ 10:30 യോഗം. കെപിസിസി സെക്രട്ടറി പട്ടിക, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, SIR എന്നിവയും ചർച്ചയാകും. ധനസുമോദ് വിശദാംശങ്ങളുമായി ചേരുന്നു. ധനസുമോദ്, കെപിസിസി വൈസ് പ്രസിഡന്റ് പട്ടികയും ജനറൽ സെക്രട്ടറി പട്ടികയും ഒക്കെ കൃത്യമായി പ്രവചിച്ച ഒരാളാണ് ധനസുമോദ്. അന്ന് അഭിനന്ദനങ്ങൾ ഞങ്ങൾ നേർന്നതാണ്. പക്ഷെ കെപിസിസി സെക്രട്ടറി പട്ടിക പ്രവചിക്കാൻ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ധനസുമോദിന് സാധിക്കുമോ? അങ്ങനെ ആ സെക്രട്ടറി പട്ടികയുടെ കാര്യം തന്നെയാണോ ഇപ്പോൾ ഡൽഹിയിൽ ഈ സവിശേഷമായി നടക്കുന്ന ചർച്ചയുടെ പ്രധാനപ്പെട്ട അജണ്ട? ഒപ്പം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഏതെല്ലാം നിലക്ക് അതിന്റെ മുന്നൊരുക്കങ്ങളും ചർച്ചയാകും. സൈഫു അമൃത, ഏതായാലും കെപിസിസി സെക്രട്ടറി പട്ടിക 3 അക്കം കടക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോൾ 140 എന്ന രീതിയിലാണ്, അതിലെങ്കിലും ഒതുക്കാൻ വേണ്ടിയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. കാര്യം അതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. ഇവിടെ ഹൈക്കമാൻഡിനോട് ഇവർ ഉദ്ദേശിക്കുന്നത് കാര്യം 140 ആയാൽ പ്രശ്നമില്ല. കാര്യം ഒരു നിയോജക മണ്ഡലത്തിന് ഒരാളുടെ ചുമതല വെച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സെക്രട്ടറി, ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ ആ യോഗത്തിനെത്തുകയാണെങ്കിൽ അതനുസരിച്ച് ഒരു ആദരവ് ആ നേതാവിന് കിട്ടും. അല്ലെങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് ഇയാളോട് സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം താഴെയുള്ള പ്രവർത്തകർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കെപിസിസി സെക്രട്ടറിമാരെ ഒരു 140 ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ തരത്തിലുള്ള ചർച്ചകൾ 140-നും 150-നും മുകളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അത് താഴേക്ക് വരാനുള്ള ഒരു ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഡൽഹിയിൽ വിളിപ്പിച്ചിരിക്കുന്നത് ഈ തരത്തിലുള്ള കെപിസിസി പട്ടികയോ അല്ലെങ്കിൽ പുനഃസംഘടനയോ അതിനൊക്കെ ഉപരിയായിട്ട് ഇന്ന് ഇപ്പോൾ കനകുലു ഉൾപ്പെടെയുള്ളവർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കാര്യം കേരളം കുറെ കൂടി ജാഗ്രതയോടെ നീങ്ങേണ്ടതുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ യോഗത്തിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ യോഗമാണ്, ഈ യോഗത്തിലേക്ക്, മുന്നൊരുക്കത്തിന്റെ യോഗത്തിലേക്ക് ശശി തരൂരിനെ കൂടി ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാര്യം ശശി തരൂർ കുറെ നാളായിട്ട് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ശശി തരൂരിനെ കൂടി കൂട്ടി തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാം എന്നുള്ള, തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവുമായി മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. മാത്രമല്ല ഈ സണ്ണി ജോസഫ്, VD സതീശൻ തുടങ്ങിയ നേതാക്കന്മാരോട് പറയുന്നത് കൂടാതെ തനിക്ക് വ്യക്തിപരമായി ചില കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാനുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കെ മുരളീധരൻ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുരളീധരനെ വ്യക്തിപരമായി കാണാം എന്നുള്ള ഒരു വാഗ്ദാനം കൂടി ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മുൻ പ്രസിഡന്റുമാരെ കൂടി ഈ യോഗത്തിൽ വരേണ്ടതായിരുന്നു. പക്ഷേ മുല്ലപ്പള്ളി, VM സുധീരൻ തുടങ്ങിയ നേതാക്കന്മാർ ഈ യോഗത്തിൽ നിന്ന് എത്തിയിട്ടില്ല. പക്ഷേ അവരുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ വഴി അവരുമായി അവരുടെ ഒരു ആശയവിനിമയം നടത്തും. ഏതായാലും തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ ലാഘവത്തോടുകൂടി കാണാൻ കഴിയില്ല. പല കാര്യങ്ങളും അനുകൂലമാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങൾ ഇനിയും കൂടുതൽ ശക്തമായി നടപ്പാക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല കെപിസിസിയുടെ ഒരു വിലയിരുത്തൽ, ഈ ശബരിമലയും സ്വർണ്ണപ്പാളിയും ഉൾപ്പെടെയുള്ള ഒരു വിവാദങ്ങൾ, പ്രശ്നങ്ങൾ താഴെത്തട്ടിൽ സർക്കാരിനെതിരെ ജനരോഷം വളരെ ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതുകൂടാതെ SIR ഉൾപ്പെടെയുള്ള നടപടികൾ, അതിനെ എങ്ങനെ നേരിടണം, ഇടതുമുന്നണിയിൽ തന്നെ ഇടഞ്ഞു നിൽക്കുന്ന CPI എങ്ങനെ തങ്ങളുടെ വശത്താക്കാം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രധാനമായും ഇന്ന് വിളിച്ചിരിക്കുന്ന യോഗത്തിൽ AICC നടക്കുന്നത്. രാവിലെ 11 മണിക്കാണ് യോഗം ആരംഭിക്കുക.